കർണാടകയുടെ മുൻ DGP ഓം പ്രകാശിനെ കുത്തിക്കൊന്ന ഭാര്യയുടെ പേര് പല്ലവി. കുത്തിക്കൊന്നതോ സ്വത്ത് തർക്കത്തിനാണത്രേ. ആ സ്വത്ത് തർക്കത്തിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ അദ്ദേഹത്തിന് പാരമ്പര്യമായി ഉണ്ടായിരുന്നതോ വാങ്ങിച്ചതോ ആയ കുറച്ച് വസ്തുക്കൾ മാർഗമൊന്നുമില്ലാത്ത ഒരു പെങ്ങൾക്ക് കൂടി കൊടുക്കാൻ ആങ്ങള തീരുമാനിച്ചു. അത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് ഭാര്യ ഒരു മുൻ DGP കൂടിയായ മനുഷ്യനെ കെട്ടിയിട്ട് മുളക് പൊടി എറിഞ്ഞ് കുത്തിക്കൊന്നെന്ന് മാത്രമല്ല, ആ കുത്തിക്കൊന്ന് പുള്ളി പിടയ്ക്കുന്നത് കണ്ട് നോക്കിക്കൊണ്ട് നിന്നത്രേ. അവിടുന്ന് തീർന്നില്ല. മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന മകൾ ഇതൊന്നും അറിഞ്ഞില്ല. അവർക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നാണ് ഇതുവരെ പോലീസ് പറയുന്നത്. ഏതുവരെയെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ. ഇത് കർണാടകയിൽ നടന്നതാണെങ്കിലും ഇതിൽ കുറച്ച് സാമൂഹ്യ പ്രസക്തമായ സന്ദേശങ്ങൾ നമുക്കുമൊക്കെ വേണ്ടതുണ്ട്. അതിലൊന്ന്, ഈ നമ്മളാരെങ്കിലും വിവാഹം കഴിക്കുമ്പോൾ കുറേ മുതലും വകയും പണ്ടവും ഒക്കെ നോക്കി ഈ പറയുന്ന എവിടെങ്കിലും പോയി ആർത്തിപ്പണ്ടാരം പിടിച്ച അച്ഛനും അമ്മയും വളർത്തുന്ന ഒരു കുടുംബത്തോടൊപ്പം എങ്ങനെ ജീവിക്കണമെന്നറിയാത്ത ഏതെങ്കിലും ഒരു സംഗതിയെ കണ്ടുപിടിച്ചുകൊണ്ട് വരും. അബദ്ധത്തിലൊക്കെ വരുന്നതാണെന്ന് വിചാരിക്കുമെങ്കിലും കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ചാൽ ഒന്നെങ്കിൽ ഒറ്റ മോളായിരിക്കും. ഈ ഒറ്റ മകളെല്ലാം കുഴപ്പമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒറ്റ മക്കൾക്ക് ഒരുപാട് ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാവും. സിബ്ലിങ്സ് ഇല്ലാത്തതുകൊണ്ട് ആ ലൈഫിൽ അവരെ എങ്ങനെയാണോ അവരെ വളർത്തിയത് അത്തരം പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ വിവാഹ മാർക്കറ്റിൽ അതിനുള്ള ഏറ്റവും വലിയ ആകർഷണീയത എന്താണെന്ന് ചോദിച്ചാൽ, ഈ തന്തയും തള്ളയും മരിച്ചാൽ മൊത്തം ഈ പെണ്ണിനാണെന്നാണ് പറയുന്നത്. ചിലർ ഈ കല്യാണം ആലോചിക്കാൻ വരുമ്പോൾ പറയാറുണ്ട്, ഒറ്റ മോളാ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെയും ഭാര്യ ഒറ്റ മോളാ. ഞാൻ തിരക്കിയിരുന്നു. അപ്പോൾ ഒറ്റ മോളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന്, അത്താഴപ്പട്ടിണിക്കാരനല്ലല്ലോ, IPS കാരനല്ലേ, അതുപോലെയാണ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ഇതിലെ പ്രശ്നമുണ്ടല്ലോ, ഈ പെങ്ങന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുന്നത്. ഇതും കർണാടകയിലെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലെയും ഗ്രാമങ്ങളിലെയും ഒക്കെ പ്രശ്നമാണ്. അവനവൻ്റെ കൂടപ്പിറപ്പിന് ധൈര്യമായി പരസ്യമായി തന്നെ കൊടുത്ത് ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ തന്നെ അതങ്ങനെ ആക്കിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്നേരമൊക്കെ ഈ ഭാര്യ കാണാതെ വിളിച്ചും പാത്തും ഒക്കെ കൊടുത്തോ, അല്ലെങ്കിൽ വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി കൊടുക്കാതിരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം എൻ്റെ കൂടുള്ളത് കരിമൂർക്കനാണെന്നറിഞ്ഞ് ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കൊടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടോ അർത്ഥമില്ല. നല്ല പ്രായത്തിലെ നമ്മുടെ കൂടപ്പിറപ്പുകൾ ബുദ്ധിമുട്ടുകാരായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ഭാര്യയ്ക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവരോട് പറയേണ്ടത്, ഇത് എൻ്റെ കൂടപ്പിറപ്പാണ്, എൻ്റെ രക്തമാണ്, അത് കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. നിനക്ക് നിൻ്റെ രക്തബന്ധുക്കളായ ആൾക്കാർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം, നമുക്ക് കൊടുക്കാം, നമ്മുടെ കയ്യിലുണ്ടേ കൊടുക്കാം. അല്ലാതെ അതിൽ ഒളിച്ചും പാത്തും അറിയാതെയും രഹസ്യമായും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് പരസ്യമായി തന്നെ കൊടുക്കണം. പിന്നെ അറിയാതെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചില കാര്യങ്ങൾ കൊടുക്കുമ്പോൾ വാങ്ങുന്നവർക്ക് അപമാനമായി പോകും എന്നുണ്ടെങ്കിൽ അറിയാതെ കൊടുക്കുന്നതുകൊണ്ടും പ്രശ്നമില്ല. ഇതൊക്കെ എപ്പം മുതൽ വേണം? ആരോഗ്യവും തണ്ടിനുറപ്പും ഒക്കെയുള്ള സമയം മുതലേ അങ്ങനെ വേണം. അതെല്ലാം വീണ് കഴിഞ്ഞാണെങ്കിൽ ഇതുപോലെ വാരി വലിച്ച് കുത്തിക്കളയും. മൂന്നാമത്തെ ഒരു ഗുണപാഠമുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന മോൾ അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇത് കർണാടക DGPക്ക് മാത്രമുള്ള പ്രശ്നമല്ല, നമ്മുടെ വീടുകളിലുമൊക്കെ ഉള്ള പ്രശ്നമാണ്. വളരെ ചെറുപ്പം മുതലേ മോൾക്കൊരു മുറി, മോനൊരു മുറി, അതിനകത്ത് ഇൻ്റർനെറ്റ്, ലാപ്ടോപ്പ്, ഓഡിയോ സിസ്റ്റം, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെ കൊടുത്താണല്ലേ ഈ മാതാപിതാക്കളായ നമ്മൾ പ്രതാപം കാണിക്കുന്നത്. നമ്മൾ പല വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ പറയും, ഇത് മോളുടെ മുറിയാണ്, ഇത് മോൻ്റെ മുറിയാണ്, അവളാണ്. മുറി വീടിനുണ്ടാവണം, അത് വീട്ടിലെ എല്ലാവരുടെയും മുറിയാണ്. ആർക്കും എപ്പോഴും കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും അവിടെ വേണം. വീടിൻ്റെ ഒരു പൊതു താല്പര്യങ്ങളനുസരിച്ചായിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ മോൾ എവിടുന്നെങ്കിലും വന്നു ഇത് കയറി കതവടച്ച് കുറ്റിയിട്ടു, പിന്നെ മോളുടെ ലോകത്ത് മോൾ പിന്നൊന്നും അറിയത്തില്ല. വാപ്പായും ഉമ്മായും ഇപ്പോൾ ഈ DGP തിരിച്ച് അമ്മയും കൂടെ കൊന്നായിരുന്നെങ്കിൽ, ഭാര്യയും കൂടെ കൊന്ന് രണ്ടുപേരുടെ മരിച്ചു കിടന്നേതെങ്കിൽ പോലും മോള് ചിലപ്പോൾ നെറ്റ് കട്ടാവുമ്പോഴേ അറിയുള്ളൂ. ഈ മോള് കർണാടകയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലും ഇപ്പോൾ സുലഭമായുണ്ട്.
പലരും പണവും പ്രതാപവും വരുമ്പോൾ വലിയ പൊങ്ങച്ചം പറയുന്ന ഒരു സംഗതിയാണ് ഈ കാര്യം. ഇതൊക്കെയാണ് ഞാനിതിൽ ഓർത്തു പോയത്. അപ്പോൾ സാധാരണ കമൻ്റ് എഴുതുന്നവരെല്ലാം വന്ന് അവൻ മറ്റേ മുതൽ സമ്പാദിച്ച് കാണും, അവൻ ഹറാമായ മുതൽ സമ്പാദിച്ച് കാണും, അവൻ അവിടുന്ന് സമ്പാദിച്ച് കാണും. ഇതൊക്കെ സമ്പാദിക്കാത്ത ആരാ? ഈ കമൻ്റ് എഴുതുന്നവരുടെയൊക്കെ പ്രൊഫൈലിൽ നിന്ന് അയച്ചിട്ട് ആ നാട്ടിൽ പോയി തിരക്കണം, അന്നേരം അറിയാതൊക്കെ. ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലാണല്ലോ എല്ലാവരുടെയും ധാർമ്മിക യൂറിനേഷൻ.